ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പൊട്ടറ്റോയും ക്യാപ്സിക്കവും കൊണ്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് പൊട്ടറ്റോ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചതുരത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുണ്ടാക്കാനായി ഒരു പാനിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോ ആദ്യമേ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങ് എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല. ഒന്ന് ഇളക്കിയിട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലെ നല്ല പോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞു വരുന്ന പരുവത്തിന് ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. അപ്പോഴേക്കും ഉരുളക്കിഴങ്ങ് ഒരു 1/4 ഭാഗത്തോളം വെന്തും വന്നിട്ടുണ്ടാകും. ഇതുപോലൊന്ന് 1/4 ഭാഗത്തോളം വെന്ത് വന്നു കഴിയുമ്പോൾ അതിലോട്ട് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുത്താൽ മതി. ക്യാപ്സിക്കം ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട, കുറച്ചൊന്ന് ക്രഞ്ചി ആയിട്ട് കിട്ടുന്നതാണ് ടേസ്റ്റ് കിട്ടുക. ക്യാപ്സിക്കം ഒന്ന് വഴന്ന് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു 2 മിനിറ്റ് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ പൊട്ടറ്റോയും ക്യാപ്സിക്കവും എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഞാനൊരു 10 കാഷ്നട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളം കൂടാതെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഇതുപോലെ നല്ല തരിതരിപ്പോടായിരിക്കും അരഞ്ഞു കിട്ടുക. ഇനി അതിലോട്ട് ഞാനൊരു മീഡിയം സൈസ് തക്കാളി കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതൊന്ന് അരച്ച് റെഡിയാക്കി വയ്ക്കാം. ഇനി നമ്മൾ പൊട്ടറ്റോയും ക്യാപ്സിക്കവും ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിൽ തന്നെ ബാക്കി വന്ന എണ്ണയിലോട്ട് കുറച്ച് എണ്ണ കൂടി 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് ഞാനൊരു 1 ടീസ്പൂൺ ജീരകവും ഒരു 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിരിഞ്ഞതും ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിരിഞ്ഞതും ചേർത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് കുറച്ച് പച്ചമുളക്, ഞാനൊരു 2-3 പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 3 എണ്ണം ചേർത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ ഞാൻ 2 മീഡിയം സൈസ് സവോള തീരെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ സവോള കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല ഫൈനായിട്ടൊന്നൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിൽ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നല്ല പോലെ ഫ്രൈ ചെയ്തെടുത്ത് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊട്ടറ്റോയും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ അരപ്പൊന്ന് റെഡിയാക്കി എടുത്താൽ മതിയാകും. ഇപ്പോൾ ആ അരപ്പ് കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, അരപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി അരപ്പ് ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് അരപ്പിൽ നിന്നും കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നിടം വരെ നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ അരപ്പ് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. ഇനി കുറച്ച് സമയം അടച്ച് വെച്ച് ഇത് ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനി കുറച്ച് സമയം കൂടി ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴാണ് നല്ല പോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കിട്ടുക. ഇപ്പം ഞാൻ വീണ്ടും ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൊട്ടറ്റോയും ക്യാപ്സിക്കും ഒന്നും വറുത്തപ്പോൾ അതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ആ മസാലയും അരപ്പും ഉപ്പും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ അത് നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം അതിന് മുകളിലും കുറച്ച് എണ്ണയൊക്കെ ഇതുപോലൊന്ന് തെളിഞ്ഞു വരും. നമ്മൾ ആ കാഷ്നട്ടൊക്കെ അരച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത്. ഇപ്പോൾ നമ്മുടെ അരപ്പും മസാലക്കൂട്ട് നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും പൊട്ടറ്റോയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ പൊട്ടറ്റോയും ക്യാപ്സിക്കവും ഒക്കെ 1/4 ഭാഗത്തിലധികം വെന്തതാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ തന്നെ. അതുകൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാൻ മറന്നു പോകരുത്.
അതുപോലെ തന്നെ ഉപ്പൊക്കെ പാകമാണോ എന്നും നോക്കണം. ഇപ്പം ഞാൻ എന്താ തുറന്നൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല പരുവത്തിൽ നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു കറിയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ നാനിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. ഇനി അതിന് മുകളിലോട്ട് കുറച്ച് കസൂരി മേത്തിയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക്